ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പേഴ്സണൽ സ്പേസിനെ കുറിച്ചൊക്കെയാണ്. നമ്മൾ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പേഴ്സണൽ സ്പേസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ എല്ലാവർക്കും കേൾക്കാലോ, കാണുകയും ചെയ്യാലോ അല്ലേ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയതിൽ നിന്നാണ് തുടങ്ങുന്നത്. പേഴ്സണൽ സ്പേസിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തത്. അതായത് നമുക്കറിയാം, നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു നിശ്ചിത സ്പേസ് ഇട്ടാണല്ലേ നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു കംഫർട്ടബിൾ അതാണ്. കാരണം ആ ഒരു നമ്മൾ ചില ആളുകളുടെ ഒരു സ്വഭാവമായിട്ട് പറയാറുണ്ട്, അയാൾ വായിൽ കയറിയാണ് സംസാരിക്കുന്നതെന്നൊക്കെ. അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ ഒരു സ്പേസ് ഇടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന രീതിയാണ്. അപ്പോൾ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് പറഞ്ഞു, ഇതൊരു സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു പേഴ്സണൽ സ്പേസ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ സെൽഫ് അവയർനെസ്, അതും നമ്മളെ സംബന്ധിച്ച് സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എനിക്ക് എന്തൊക്കെയാണ് താല്പര്യം, എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കറിയാമെങ്കിൽ ഒരു പരിധിവരെ നമ്മൾ സ്ട്രെസ്ലെസ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും. കാരണം എനിക്കിപ്പോൾ ഞാൻ വലിയ രീതിയിൽ ആളുകളോട് മിങ്കിൾ ചെയ്യുന്ന ഒരാളല്ല, ഞാൻ ഇൻട്രോവേർട്ട് ആണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ഇത്തരത്തിലുള്ള എനിക്ക് സന്തോഷം തരുന്നത് ഒറ്റയ്ക്കിരിക്കുമ്പോഴും അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴോ ഒക്കെ ആണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന എന്താണെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അവർ ശ്രമിക്കാം. അതുപോലെ തന്നെ അവർക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് വേദനാജനകമാകുന്ന അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവര് മാറി നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കും. അപ്പൊ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക. സെൽഫ് അവയർനെസ് ഇൻ അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു കൺസിഡർ വൈൽ ട്രൈങ് ടു ഇംപ്രൂവ് ഇന്റർപേഴ്സണൽ സ്കിൽസ് ബിഫോർ വി ലുക്ക് outside. We must first look within ourselves and be conscious of our strengths and flaws. Self-awareness is defined by Christ and Turner, the realization of oneself as an individual entity in simple terms. It's the degree of which one is aware of one's own feeling, ideas, and behavior. It is critical to be aware of one's own strengths and weakness as well as possibilities and threats. അപ്പോൾ സെൽഫ് അവയർനെസ് എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രെസ് നമ്മളെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. കാരണം നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ വളരെ ഇമോഷണൽ ആയിട്ട് സ്റ്റേബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ അയാളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ അയാളുടെ ജീവിതം സ്മൂത്ത് ആയിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ചില ആളുകളെ കണ്ടിട്ടുണ്ടാകും, അവർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തളർന്നിരിക്കുന്നവർ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്നാലും അങ്ങനെ അവർ പറഞ്ഞല്ലോ എന്ന് ചിന്തിച്ച് അവരുടെ ആ സന്തോഷം കളയുന്ന കുറേ ആളുകൾ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എല്ലാവരും ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടായിരിക്കേണ്ടത് എല്ലാവരിലും ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. Emotional intelligence can also be termed as an aspect of interpersonal skills that can help in dealing with the stress. Emotional intelligence can be described as the ability to monitor one's own others' feeling and emotions, to discriminate among them, and to use this information to guide one's thinking and actions. In 1997, the definition was modified. The emotional intelligence was defined as the ability to perceive emotions, use emotions to facilitate thought, understand emotions, manage emotions. അപ്പോൾ ഈ ഒരു 4 കാര്യം ഓർത്തിരിക്കുക. എന്താണ് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നതിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 4 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഒന്ന്, പെർസീവ് ഇമോഷൻസ്, യൂസ് ഇമോഷൻസ് ടു ഫെസിലിറ്റേറ്റ് തോട്ട്, അണ്ടർസ്റ്റാൻഡ് ഇമോഷൻസ്, മാനേജ് ഇമോഷൻസ്. അപ്പം പ്രധാനമായിട്ട് ഓർക്കുക, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ആ വികാരങ്ങളെ മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനും കഴിവുള്ളതിനെയാണ് നമ്മൾ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ചില ആളുകൾ വികാരത്തിന്റെ പുറത്ത് ചില തീരുമാനങ്ങൾ എടുത്തിയാടി എടുക്കാറുണ്ട് അല്ലെ. അപ്പൊ അത് ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ലോൺ കൊടുക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽക്കുന്നതായിരിക്കും. അപ്പൊ അയാളുടെ താല്പര്യത്തിന് എന്തെങ്കിലും ഒരു എടുത്തുചാട്ടം നടത്തി കഴിഞ്ഞാൽ പിന്നീട് അത് നമുക്ക് തിരിച്ച് അതിൽ നിന്ന് ഒരു വിടുതൽ ഉണ്ടാവാനായിട്ട് സാധ്യത കുറവാണ്. അപ്പൊ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളെ നിയന്ത്രിക്കുന്നതും അതുവഴി നമുക്ക് സ്ട്രെസ് കുറയ്ക്കുന്നതിനും സഹായകരമാവും. പിന്നെ സെൽഫ് അവയർനെസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു.
We talked about self-awareness before. This is one of the elements of emotional intelligence that can assist a person in properly identifying the managing his or her emotions. സെൽഫ് അവയർനെസ് നമ്മളെ തന്നെ നമ്മളെക്കുറിച്ച് നമുക്കുള്ള ഒരു അവബോധം നമുക്ക് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു അവബോധം ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, ഒരു സെൽഫ് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ. ഇപ്പൊ എന്താണ് നമുക്ക് സങ്കടം തരുന്ന കാര്യങ്ങൾ, സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള അറിവില്ലെങ്കിൽ, നമുക്ക് എന്താ വേണ്ടത് എന്താ വേണ്ടാത്തതെന്നുള്ള അറിവില്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരും. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ വരുന്നത് സെൽഫ് റെഗുലേഷൻ ആണ്. സെൽഫ് റെഗുലേഷൻ, this usually refers to a person's ability to control how they express their emotions. This is critical because our inability to control our emotions can lead to fully reasoning with which can be dangerous. അപ്പൊ സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് ഓർത്തിരിക്കാം. പിന്നെ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. Individuals must be motivated by internal rather than external influences, since when someone is self-motivated, he or she will pursue a goal with far more enthusiasm, energy and desire. അപ്പൊ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് മോട്ടിവേഷൻ നമ്മളെ സംബന്ധിച്ച് വേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും ഇങ്ങനെ തളർന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റില്ല, നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് നല്ല ജോലി മേടിക്കാൻ പറ്റില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നതെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല രീതിയിൽ അതിനുവേണ്ടി പ്രവർത്തിക്കാനും സാധിക്കില്ല, അല്ലെ? പരീക്ഷയ്ക്ക് തോറ്റുപോകുമോ എന്ന് ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പഠിക്കാൻ പോലും സാധിക്കില്ല. അതുകൊണ്ട് സെൽഫ് മോട്ടിവേഷൻ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് പറ്റും, നമ്മളെ കൊണ്ട് ഇത് പറ്റും, നീ നന്നായിട്ടാണ് ഇരിക്കുന്നത്, നിനക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, നീ തീർച്ചയായിട്ടും ഒരു 2 വർഷം കഴിയുമ്പോൾ നല്ലൊരു നിലയിലെത്തും എന്നൊക്കെയുള്ള ചില മോട്ടിവേഷൻസ് നമ്മളോട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലെ? അത് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. നമുക്ക് നല്ല മാറ്റം ഉണ്ടാക്കാൻ, നമ്മൾ സന്തോഷം നിറയ്ക്കാനും ഒക്കെ ഈ ഒരു സെൽഫ് മോട്ടിവേഷൻ കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് എമ്പതി എന്ന് പറയുന്നത്. എമ്പതി സിമ്പതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെ? അപ്പൊ സിമ്പതി എന്ന് പറയുന്നത് എന്താണ്? അയ്യോ അവർക്ക് അത് സംഭവിച്ചല്ലോ, അയാൾക്ക് ആക്സിഡന്റ് ആയല്ലോ എന്ന് പറഞ്ഞ് അതാണ് സിമ്പതി. എമ്പതി എന്ന് പറയുന്നത് അയാൾക്ക് ആക്സിഡന്റ് ആയി, എനിക്ക് അതുപോലെ ഒരു ആക്സിഡന്റ് ആയ എന്തോരം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ഞാനും, ആ രീതിയിലുള്ള ചിന്താഗതിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിഫറൻസ് ഓർത്തിരിക്കുക. സിമ്പതിയും എമ്പതിയും നമ്മളെ സംബന്ധിച്ച് ഒരു ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കാം. We must emphasize with the others, which means we must understand the emotions and feelings expressed by others. Social skills, positive interpersonal relationship can be built and maintained with the help of social skills. Thus, to improve one's emotional intelligence, one must concentrate on the elements listed above. He or she will need to increase their self-awareness, establish self-control, motivate themselves, learn to emphasize with the others and build social skills. അപ്പൊ സോഷ്യൽ സ്കിൽസ് എന്താണെന്ന് ഓർത്തിരിക്കുക, എമ്പതി എന്താണെന്ന് ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മുടെ ഇമോഷൻ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനും നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന കുറച്ച് മെത്തേഡ്സ് ആണ് ഇതിലും പറയാം. ഇന്റർപേഴ്സണൽ ഡിസഗ്രിമെന്റ്സ് ക്യാൻ ബി സബ്സ്റ്റൈൻഡ് ഹിൻഡേഴ്സ് ടു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ആസ് എ റിസൾട്ട്, വെൻ വി ടോക്ക് അബൌട്ട് interpersonal skills, conflict resolution comes up. Conflict can be defined by some from of incompatibility between two or more practices. In some simple terms, the practices can be two or more people, such as co-workers, couples, groups, or even countries. Through the focus of these unities on interpersonal conflict that might arise between people. Conflict resolution എന്ന് പറയുന്നത് നമ്മുടെ കോൺഫ്ലിക്റ്റുകൾ, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷങ്ങൾ എങ്ങനെ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം, അത് നമ്മൾ ആ ഒരു കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനിലൂടെ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് സ്ട്രെസ് നമ്മൾ മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്, ദ ടേം കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ റിഫേഴ്സ് ടു സെവറൽ അപ്രോച്ചസ് ടു ഡീലിംഗ് വിത്ത് ഓർ റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ്. ദ ഫോളോയിങ് ആർ സം എക്സാമ്പിൾസ് ഓഫ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സ്ട്രാറ്റജീസ് ഒന്ന് ഓർത്തിരിക്കുക. ഒന്ന് അവോയ്ഡിംഗ് ആണ്. നമ്മൾ ചില ആളുകളൊക്കെ വർത്താനം പറയും, ദേഷ്യപ്പെടുമ്പോൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? തിരിച്ച് ദേഷ്യപ്പെടാതെ നമ്മൾ അവരെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും, അല്ലെ? അപ്പൊ എന്താണ്, കുറച്ചു നേരം അത് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അവരുടെ പാടിന് പോകും, നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഓർത്തിട്ട്. നമ്മൾ നമ്മുടെ പേരൻസിനോടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, അല്ലെ?
അവർ നല്ല രീതിയിൽ വഴക്കൊക്കെ പറയുമ്പോൾ നമ്മൾ തർക്കിക്കാൻ നിൽക്കാതെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവോയ്ഡ് ചെയ്യുമ്പോൾ അവരുടെ കുറച്ച് കഴിയുമ്പോൾ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവർ പോകാൻ തുടങ്ങും അല്ലെ. അപ്പൊ എന്താണ് ഈ ഒരു സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് അത് മനസ്സിൽ നിന്ന് എടുത്തു കളയാനായിട്ട് സാധിക്കും. This indicates a desire or to restart from a conflict. However, the actual conflict in this scenario may not be resolved. Individuals may employ this, however, if they believe that confronting of or energy in conflict is not worth it, and that the discomfort they may endure when in conflict is significantly more than when they avoid it. Avoiding ഓർക്കുക. പിന്നെ combating. Individuals who are compelled to win in a conflict utilize this strategy. This is a loss-loss scenario. Individuals that use this may be assertive, but they are not cooperative. അപ്പോൾ കോമ്പറ്റിംഗ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, അതും കോൺഫ്ലിക്ട് റെസൊല്യൂഷനുള്ള ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ, അവോയ്ഡിങ് കോമ്പറ്റിംഗ്. പിന്നെ അക്കോമഡേറ്റിംഗ് എന്ന് പറയുന്നതും ഈ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സ്ട്രാറ്റജി തന്നെയാണ്. In this situation, the person is cooperative rather than assertive. However, this may not they be healthy because one of the practice may simply cave in, leaving the disagreement unresolved. This is win at all cost strategy. ഇനി collaborating എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇവിടെയുണ്ട്. Individuals are assertive as well as cooperative in the situation, and the parties may be able to reach an agreement as resolved the issue. This is referred to as a win-win strategy. അതുപോലെ തന്നെ കോംപ്രമൈസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും ഈ ഒരു കോൺഫ്ലിക്ട് റെസൊല്യൂഷനിൽ ഉണ്ട്. കോംപ്രമൈസിങ് എന്ന് പറയുന്നത് in this case each party will make a consciousness in some form. As a result, there is a mixture of cooperation and assertiveness, and while the practices are not fully content, they are not unhappy either. പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. പ്രോബ്ലം സോൾവിംഗ് എന്താണ്? ഈ ഒരു പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന മറ്റൊരു കോൺസെപ്റ്റ് ആണ്. പ്രോബ്ലം സോൾവിംഗിലൂടെയാണ് നമ്മൾ സ്ട്രെസ് വളരെയധികം കുറയ്ക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്രോബ്ലംസ് ആണ് നമുക്ക് സ്ട്രെസ് കൂടുതൽ തരുന്നത് നമുക്കറിയാം അല്ലെ. അപ്പൊ പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് തന്നെ ആ സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പ്രോബ്ലം സോൾവിംഗ് ഈസ് അനദർ അപ്രോച്ച് ടു coping with stress. In simple terms, it's a method or finding a solution to a problem. It can also be described as a mental process that compromise problem discovery and analysis, develop a solution. Mayer defined the issues solving as a cognitive activity that entails attempting to achieve a goal without knowing how to do so. According to this definition, a difficulty occurs when a person encounters a barrier that he or she is unable to overcome, preventing them from achieving their goal. അതുപോലെ തന്നെ റൊട്ടീൻ പ്രോബ്ലംസ് ആൻഡ് നോൺ റൊട്ടീൻ പ്രോബ്ലംസ് എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാന്നാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ, റൊട്ടീൻ പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് ദൈനംദിനമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, നോൺ റൊട്ടീൻ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പൊ അത് രണ്ടും നമ്മൾ സോൾവ് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഡിഫിക്കൽട്ടീസ് ദാറ്റ് ഹാവ് ആൻ ഇമ്മീഡിയറ്റ് ആൻസർ ആർ റിഫേർഡ് ടു ആസ് റൊട്ടീൻ പ്രോബ്ലംസ്. എ നോൺ routine problem, on the other hand, is one for which a solution is not readily for immediate available necessary study. അപ്പോൾ ഒരു റൊട്ടീൻ പ്രോബ്ലംസും നോൺ റൊട്ടീൻ പ്രോബ്ലംസും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ വെൽ ഡിഫൈൻഡ് ആൻഡ് ഇൽ ഡിഫൈൻഡ് ഓർ പൂർലി ഡിഫൈൻഡ് പ്രോബ്ലംസ്. അപ്പൊ അതും എന്താണ്, പ്രോബ്ലംസിന് തന്നെ മറ്റൊരു തരമാണ് അല്ലെ. വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇൽ ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും, അതുപോലെ തന്നെ പൂർലി ഡിഫൈൻഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ദാറ്റ് ആർ വെൽ ഡിഫൈൻഡ് ഹാവ് ഡിസ്റ്റിങ്ക്ട് ഗോൾസ് ആൻഡ് ദ പ്രോബ്ലം ക്യാൻ ഓൾസോ ബി separated into sub goals, and the goal on the other hand is not obvious and specific for ill defined situations. പിന്നെ ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദിസ് ഇസ് ദ ഇനിഷ്യൽ ഫേസ് ഇൻ പ്രോബ്ലം റെസൊല്യൂഷൻ ആൻഡ് ഇൻ entails identifying and defining the problem. At this point, the focus should be on determining what is causing the issue. As a result, the condition is diagnosed and the attention is no longer solely on the symptoms. This approach can take some time, and a description of the situation can even be written down. Individuals might also ask themselves questions such as, what exactly is the problem, when it is going to happen, and where are you going? Is there any scenario or person that could be linked to the problem?
അപ്പൊ ആ ഒരു ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ ഒരു പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രോബ്ലം ആണ്. പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുകയാണ്. പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ്ങിനുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രെയിൻ സ്ട്രോമിംഗ് ഫോർ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻസ് ആണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തി, എന്താണ് ആ പ്രോബ്ലം എന്ന് കണ്ടെത്തിയതിനു ശേഷം നമ്മൾ നമ്മളെ തന്നെ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ്. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു ജോലി വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് വീട്ടിലിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു കുട്ടികൾക്ക് ആ ഒരു വീട്ടമ്മമാർക്ക് ഒരു ജോലി എന്ന് പറയുന്ന ഒരു അതാണ് അവരുടെ മെയിൻ പ്രശ്നം. ഒരു ജോലി വാങ്ങിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം, അതാണ് ഒരു പ്രശ്നം എന്ന് വിചാരിക്കുക. അപ്പൊ ആ പ്രശ്നം കണ്ടെത്തി ആ പ്രശ്നത്തിന് നമ്മൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്? നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബിന് അപേക്ഷിക്കാനോ സ്വയം തൊഴിൽ ചെയ്യാനോ ഒക്കെ സാധിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തന്നെ നമ്മൾ പ്രൊവോക്ക് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ചുകൊണ്ട് നമുക്ക് താല്പര്യമുള്ള മേഖലകളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കിയിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതാണ് പറയാം ബ്രെയിൻ സ്ട്രോമിംഗ് ഫോർ ഐഡിയാസ് ആൻഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് പറയാം. ഇനി സെലക്ടിങ് സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് വേറൊരു കാര്യമാണ്. കാരണം നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഇപ്പൊ നമ്മുടെ മുൻപിൽ ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പൊ തൊഴിലില്ലായ്മയാണ് പ്രശ്നമെങ്കിൽ ആ ഒരു പ്രശ്നത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരുപാട് ഓക്കെ. പിന്നെ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം സോൾവിങ് എങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. ആ ഒരു സൊല്യൂഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഒരുപാട് സൊല്യൂഷൻസിൽ നിന്ന് ഒരു സൊല്യൂഷൻ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ വരുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പാണ് ഇംപ്ലിമെന്റിങ് ദ പ്ലാൻ. ആ ഒരു പ്ലാൻ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ റിഫ്ലക്ടിങ് ഓൺ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സൊല്യൂഷൻ. അപ്പൊ അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഒരു എഫക്റ്റീവ്നെസ്, സൊല്യൂഷന്റെ എഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ റിഫ്ലക്ഷനും നമ്മൾ കണക്കാക്കണം. അത് കണ്ടെത്തി നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ വരുന്നത് ആ ഒരു സൊല്യൂഷൻ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തി ആ ഒരു സൊല്യൂഷൻ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആ ഒരു പ്രോബ്ലം നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കണം. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവിങ് അവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ട്രയൽ ആൻഡ് ഇറർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ട്രയൽ ആൻഡ് ഇറർ എന്ന് പറയുന്നത് എന്താണ്? ട്രയൽ ആൻഡ് ഇറർ ആർ വൺ മെത്തേഡ് ഫോർ dealing with the challenges. Here the person will continue to try different ideas until he or she is able to fix the problem. This method can take a long time of implement. ഇപ്പൊ ട്രയൽ ആൻഡ് ഇറർ ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂറിസ്റ്റിക് മെത്തേഡും ഉണ്ട്. നമുക്ക് ഹ്യൂറിസ്റ്റിക് ആർ സിമ്പിൾ റൂൾസ് ടു ടേം that are utilized to arrive at quick and straightforward answers. However, the solutions found may not be the best or most appropriate for solving the problem. ഹ്യൂറിസ്റ്റിക് ഓർത്തിരിക്കുക. അൽഗോരിതം എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റും അല്ലെങ്കിൽ മറ്റൊരു പ്രോബ്ലം സോൾവിങ് മെത്തേഡും ഉണ്ട്. അപ്പൊ ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അൽഗോരിതം മെത്തേഡ്, ഇതെല്ലാം ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എല്ലാം നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മെത്തേഡുകളാണ്. അൽഗോരിതം എന്ന് പറയുന്നത് this primarily entails taking a step-by-step approaches resolving the issues using this method increases the likelihood that the solution chosen is acceptable and appropriate. ഇനി ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് may have an insight during the problem solving process and the solution may appear out of nowhere. അപ്പൊ ഇൻസൈറ്റ് എന്ന് പറയുന്നതും ഈ ഒരു പ്രോബ്ലം സോൾവിങ്ങിനെ ഒരു മെത്തേഡ് ആയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഓർത്തിരിക്കുക. നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അൽഗോരിതം, അതുപോലെ തന്നെ ഇൻസൈറ്റ്. ഈ 4 രീതിയിൽ വെച്ച് നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്ന ഇതാണ് മാനേജ്മെന്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ്. വേറൊരു ടൈപ്പ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ എന്ന് പറയുന്നതും സ്ട്രെസ് മാനേജ്മെന്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെ. നമുക്കറിയാം മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ധ്യാനത്തിൽ ഇരിക്കാന്ന് പറയും. അപ്പൊ ആ ധ്യാനത്തിൽ ഇരിക്കാന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ധ്യാനത്തിലിരുന്ന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനായിട്ട് സാധിക്കും. നമ്മളെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ
മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു നമ്മുടെ മനസ്സ് മുഴുവൻ ഏകാഗ്രതയോടെ കൊണ്ടുവന്ന് ആ ഒരു മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ധ്യാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാ പറയാം. കാരണം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലും അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളെയും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ധ്യാനത്തിൽ ഇരിക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നതാണ് ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ദിസ് എസെൻഷ്യൽ repeating the mantra, chant or the word in the specific manner. This can also be done in the quiet environment. The meditation can be practiced for 50 to 20 minutes while sitting erect but comfortably. അപ്പോൾ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഈ മെഡിറ്റേഷൻ തന്നെ മറ്റൊരു വകഭേദമാണ് കേട്ടോ. പിന്നെ ഗൈഡഡ് മെഡിറ്റേഷൻ, ഇതും നമ്മുടെ മെഡിറ്റേഷൻ തന്നെ മറ്റൊരു വകഭേദമാണ്. ഈ ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. This, as the name implies, the meditation frequently include a guide who will lead you through the meditation process. This meditation primarily consists of seeing various visuals that you may find relaxing. It also entails making use of one's senses. The individual may be devised to sit in the quiet, tranquil environment with his or her eyes closed and visualize things that he or she finds pleasant. ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് കേട്ടോ. വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്ന മറ്റൊരു കോൺസെപ്റ്റ് ഉണ്ട്. വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സെൽഫ് ഒബ്സർവേഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ഗോൾ ഓഫ് ദ മെഡിറ്റേഷൻ. ടു ട്രാൻസ്ഫോം വൺ സെൽഫ് ഇറ്റ് necessitates paying attention to various bodily sensations to establish a link between the body and the mind. Metta meditation, the meditations entails directing love and kindness towards others. അപ്പോൾ വിപാസന മെഡിറ്റേഷൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ തന്നെയാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഇല്ലാതാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പറയാറുണ്ട്. ഒരുപാട് ധ്യാനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യോഗ ആചാര്യന്മാരൊക്കെ മെഡിറ്റേഷനെ നമ്മുടെ ധ്യാനത്തിനെയും മെഡിറ്റേഷനെയും ഒക്കെ ഈ ഒരു സ്ട്രെസ് റിലീഫ് ചെയ്യുന്നതിന് മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി എഫക്ട് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ റിലേഷൻഷിപ്പ്. നമുക്കറിയാം സ്ട്രെസ് എന്ന് പറയുന്നത് വളരെയധികം മോശമായിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസിനും ഉണ്ടാക്കും. അതുകൂടാതെ തന്നെ നമുക്ക് രക്തസമ്മർദ്ദം, അതുപോലെ തന്നെ നമുക്കറിയാലോ BP നെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ ഈ ഒരു സമ്മർദ്ദം നമ്മൾ BP കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയാഘാതത്തിന് വരെ കാരണമാവുകയും അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിനെ വരെ, നമ്മുടെ സാമൂഹിക ബന്ധങ്ങളെ പോലെ ഇത് തകർക്കാനായിട്ട് ഹെൽപ്പ് ഉള്ളതാണ് ഈ ഒരു സ്ട്രെസ്സിന്. അപ്പൊ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്നത് സ്വാഭാവികമായുള്ള കാര്യമാണ്, എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. പക്ഷെ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മുടെ സ്ട്രെസ് മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മേലെ തീർത്തു കഴിഞ്ഞാൽ അവരിൽ നിന്ന് നമ്മൾ അകലുകയും അതുപോലെ തന്നെ നമുക്ക് ആരും തുണിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അവർ ഭയങ്കര ദേഷ്യക്കാരിയാണ്, അവൻ ഭയങ്കര ദേഷ്യക്കാരനാണ്, അതുകൊണ്ട് അവിടെ അവനോട് അധികം കൂട്ട് വേണ്ട എന്ന രീതിയിൽ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യും. നമ്മൾ ഒറ്റപ്പെട്ട് പോകും. അതുകൊണ്ടാണ് സ്ട്രെസ് റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു എന്ന് പറയുന്നത് കേട്ടോ. Individuals are not in Iceland. They are mutually reliant on one another. They are unable to work in solitude and must rely on one another to carry out various tasks and provide support. As a result, one of the most significant aspects of a person's existence in his or her interaction with others, stress can have a negative impact on a person's relationship. As we have seen in previous units, when a person is under stress, he or she becomes irritable and may even display rage. These factors may have an impact on his or her interpersonal relationship. Furthermore, people who are stressed may retreat from others, appear inattentive or show less affection for important people in their lives. Stress for an extended length of time can deplete coping resources, making the individual under stress less patient with others. Individuals with insufficient coping methods may engage in behaviors that have a detrimental impact on their relationship with others. For example, because of stress, a person may engage in substance abuse, and such behaviors can have a negative impact on a person's relationship with the others over time. Stress can also cause interpersonal disagreements
it can have harmful consequences for relationship. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കുക. റിലേഷൻഷിപ്പിൽ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ നല്ല രീതിയിൽ പെരുമാറാത്തത് കാരണം നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ ഒന്നും നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയില്ല അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഒരുപാട് ബാധിക്കും. ഫോർ എക്സാമ്പിൾ ഹസ്ബൻഡ് ഒക്കെ ആണെങ്കിൽ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ അയാള് ആ ഒരു സ്ട്രെസ് ഹസ്ബൻഡ് വൈഫിനോടാണ് തീർക്കുന്നതെങ്കിൽ ആ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് മാറും അല്ലെ. അപ്പൊ അത് ഓർക്കുക. ഒരു ഹസ്ബൻഡിന്റെ വൈഫിന്റെ ഇടയിലുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പിന്നെ ആ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് ആളുകളുടെ ഇടയിലുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ ആ ഒരു സ്നേഹബന്ധമൊക്കെ തകർക്കാനായിട്ട് ഇടയുണ്ട്. പിന്നെ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ പെർഫോമൻസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്. When we talk about performances and productivity, we might refer to the individual's overall performances and productivity as well as performance and productivity at work. Let us talk about how stress affects cognitive functioning, which is a crucial to performances and productivity. Before we move on to discussing performances and productivity in the workplace. Stress can have a negative effect on an individual cognitive functioning of performance, which can be short-term or long-term. In fact, chronic stress has been related to a deterioration in cognitive function as well as the onset of dementia. അപ്പൊ ഈ എഫക്ട് ഓഫ് സ്ട്രെസ് ഇൻ പെർഫോമൻസസ് ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റില് നമുക്കറിയാം മെമ്മറിയെയും അതുപോലെ തന്നെ അറ്റൻഷനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു ലോങ് ടേം സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ വർക്ക് പ്രഷർ ഒക്കെ നമുക്ക് ലോങ് ടേം സ്ട്രെസ്സിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് അല്ലെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ കൂടുന്തോറും നമുക്ക് നല്ല സ്വസ്ഥമായിട്ടുള്ള ജീവിതം ഉറക്കം ഒക്കെ നമുക്ക് നഷ്ടപ്പെടും. അപ്പൊ അത് നമ്മുടെ മെമ്മറി പവർ കുറയ്ക്കാനായിട്ട് കാരണമാകും. അതുപോലെ തന്നെ നമ്മുടെ ശ്രദ്ധയോടെ കൂടെ നമുക്ക് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടാകും. അതുപോലെ തന്നെ കോൺസെൻട്രേഷനെ ഒക്കെ ബാധിക്കും. പിന്നെ വരുന്നത് ഈ ഒരു നമ്മൾ ചിലപ്പോൾ ഒരു മോശമായിട്ടുള്ള ഡിസിഷൻസ് തീരുമാനങ്ങൾ എടുക്കുന്നതിനൊക്കെ ഈ ഒരു സ്ട്രെസ് കാരണമാകും. അതുപോലെ തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു മറവിക്കും അതുപോലെ തന്നെ ഈ ഒരു എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ഈ ഒരു വിഷമിച്ചിരിക്കുന്നതിനും ഒക്കെ ഒരു കാരണമാകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത്. ഈ ലോങ് ടേം സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉൽപാദനക്ഷമതയെ പോലും പ്രത്യുൽപാദനത്തെ പോലും ബാധിക്കാൻ ഇടയുണ്ട് എന്നാണ് പറയാം. പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളൊന്ന് റിലാക്സ് ചെയ്തിരിക്കുക, എവിടെയെങ്കിലും ഒന്ന് പോവുകയോ അല്ലെങ്കിൽ വർക്ക് പ്രഷറിൽ നിന്നൊക്കെ ഒന്ന് റിലാക്സേഷൻ നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് നല്ലതെന്നൊക്കെ നമ്മൾ സിനിമകളിൽ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് രീതിയിൽ നമ്മളെ ബാഡ് ആയിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. അതൊന്നാണ് ഈ ഒരു മറവി അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം, അതുപോലെ തന്നെ നമ്മുടെ തന്നെ മറന്നു പോവുക അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളെ എപ്പോഴും അവരെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുക, ഓവർ സ്ട്രെസ് കാരണം. അതുപോലെ നമ്മുടെ പ്രത്യുൽപാദനത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം നമ്മുടെ ഓവർ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ലോങ് ടേം സ്ട്രെസ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ വരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു സ്ട്രെസ് കാരണമുള്ള കുറച്ച് കാര്യങ്ങൾ. ആസ് എ റിസൾട്ട് ഈസ് എ പോസിബിലിറ്റി ഓഫ് കൺക്ലൂഡ് ദ സ്ട്രെസ് ക്യാൻ ഹാസ് ബി നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ ഇൻഡിവിജ്വൽസ് പ്രൊഫഷണൽ ലൈഫ്. Not only may the individual's work quality deteriorate because of their stress, but stress can also affect an individual's work-life balance. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നെഗറ്റീവായിട്ട് അയാളുടെ വർക്ക് പെർഫോമൻസിനെ മാത്രമല്ല ബാധിക്കുക, അയാളുടെ വർക്കും അതുപോലെ തന്നെ അവരുടെ ജോലിയും അതുപോലെ തന്നെ ജീവിതവും തമ്മിലുള്ള ഒരു സന്തുലിത അവസ്ഥയെ വരെ അത് ബാധിക്കാൻ ഇടയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ വർക്കിൽ മാത്രം നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് മാത്രമല്ല, അയാൾക്ക് ജീവിതത്തിലും അയാളുടെ ഒരു സന്തോഷം നഷ്ടപ്പെടുകയാണ് ആ സമയത്ത് ഉണ്ടാകുന്നത്. സ്ട്രെസ് ക്യാൻ ഇൻഫ്ലുവൻസ് ആൻ ഇൻഡിവിജ്വൽസ് കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ് with the fundamental component of performances and productivity. Long-term stress can impact a person's memory, attention, and concentration. Stress can also contribute to persistent worrying, forgetting, a lack of organization, poor judgment, racing thoughts, and pessimism, all of which can have the impact on an individual's overall performance and productivity. അപ്പോൾ ആ ഒരു കാര്യം ഓർത്തിരിക്കുക. ഒരു സ്ട്രെസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇൻഡിവിജ്വൽസിന്റെ ഒരു ഫോർഗറ്റിങ്ങിലും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തിയിലും ഒക്കെ ഒരു ഭാഗമാകുന്ന അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതും നമുക്ക് സ്ട്രെസ് കാരണം എന്തെല്ലാം പ്രശ്നമാണ്, അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് വരുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് കൃത്യമായിട്ടൊന്ന് വായിച്ചു വെക്കണേ. പിന്നെ വരുന്നത്
പ്രധാനമായിട്ടും ഈ ഒരു സ്ട്രെസ് കാരണം സ്ട്രെസ്സിന്റെ ഈ ഒരു ഫിസിക്കൽ ഹെൽത്തിലും അതുപോലെ തന്നെ മെന്റൽ ഹെൽത്തിലും സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതൽ നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടാവുക. പിന്നെ നമുക്ക് വരുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പം ഈ ഒരു ഇല്ല കേട്ടോ, വൺ വേർഡ് അല്ല നിങ്ങൾക്ക് ചോദിക്കുന്നത്, എസ്എ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഡിഗ്രിക്ക് മിക്കപ്പോഴും എസ്എ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. അപ്പൊ 20 മാർക്കിനും 10 മാർക്കിനൊക്കെ ആയിരിക്കും എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 10 മാർക്കിനാണെങ്കിൽ ചിലപ്പോൾ 50 നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 50 നിന്നാകുമ്പോൾ നമുക്ക് 100ലാണ്, 50 മാർക്കിലല്ല നമുക്ക് ഫൈനലിലെ മാർക്ക് വരുന്നത് 100ലാണ്. അത് 50ൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ അതിനെ ഡബിൾ ആക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന്റെ ആ മാർക്ക് നമുക്ക് ടോട്ടൽ ചെയ്യുക. അപ്പൊ ആ 50 മാർക്കിനാണെങ്കിൽ സമയം കുറവായിരിക്കും കേട്ടോ. അപ്പൊ അതൊന്ന് ഓർക്കുക. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഏകദേശം അല്പം സമയം കൂടുതൽ കിട്ടും. പക്ഷെ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ടൈമും അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട്, ഈ ഒരു ഓരോ എഴുതിയതിന് എത്രയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് നോക്കിയിരിക്കുക. ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് ശ്രമിക്കണം. കാരണം 10 മാർക്കിനാണെങ്കിൽ ഒരു 4 പേജെങ്കിലും മിനിമം എഴുതണം. ഒരു 20 മാർക്കൊക്കെ ആണെങ്കിൽ ഒരു 8 പേജെങ്കിലും മിനിമം എഴുതാനായിട്ട് ശ്രമിക്കണം. 6 പേജെങ്കിലും മിനിമം എഴുതണം. ഓക്കെ, അപ്പൊ അത്രയും എഴുതുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുക. പ്രത്യേകിച്ച് ഈ ഒരു എസ്എ ക്വസ്റ്റ്യൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതെല്ലാം എഴുതി വെക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ സ്ട്രെസ്സിന്റെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മെന്റലി പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ട്രെസ് കാരണം മെന്റൽ ഉള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ മെന്റൽ പ്രശ്നങ്ങൾ എന്തൊക്കെ വരും, അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് ഹെൽത്തിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചോദ്യമാണെങ്കിൽ സ്ട്രെസ് എന്താണെന്ന് നമുക്ക് എഴുതി വെക്കാം. അതുപോലെ തന്നെ സ്ട്രെസ് നമുക്ക് ഏതൊക്കെ രീതിയിൽ മാനേജ് ചെയ്യാമെന്ന് എഴുതി വെക്കാം. അതുപോലെ തന്നെ ടൈം മാനേജ്മെന്റും സ്ട്രെസ് തമ്മിലുള്ള ബന്ധം എന്താണ്, പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ, ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ കൂടുതൽ സ്ട്രെസ്ഡ് ആവില്ല. കാരണം നമുക്ക് കൃത്യമായിട്ട് സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നത്. അപ്പൊ ആ ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ടൈം മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് വളരെയധികം കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെസ്സിന്റെ ഒരു മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതി വെക്കാനായിട്ട് കഴിയും. അപ്പൊ അതെല്ലാം നോക്കിയിട്ട് വേണം 20 മാർക്കിനൊക്കെ ചോദ്യത്തിന് ആൻസർ എഴുതാനായിട്ട്. അപ്പൊ ഒരുപാട് പറ്റുന്നത്ര എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ട്രെസ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നതാണ് ആദ്യത്തെ നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ മോഡൽസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ മോഡലാണ് സ്ട്രെസ്സിനുള്ളത്, സ്ട്രെസ്സിന് പലതരത്തിലുള്ള മോഡൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ആ മോഡൽസ് ഏതൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യൻസും ചിലപ്പോൾ എക്സാമിന് വന്നിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് പഠിച്ചിരിക്കണം. പിന്നെ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രൊനൗൺസൻസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് എക്സാമിന് വരാറുണ്ട്. ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് സ്ട്രെസ്സിനെ കൂട്ടുന്നത് അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചിരിക്കാം. പിന്നെ കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, എങ്ങനെയാണ് നമുക്ക് സ്ട്രെസ്സുമായിട്ട് ഒന്ന് സമനിലയിൽ പോകുക അല്ലെങ്കിൽ അതുമായിട്ടൊന്ന് സംയോജിച്ചു പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ പറയുന്നുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ ഓവർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ്ഫുൾ ആയി കഴിഞ്ഞാൽ പല രീതിയിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് മെന്റൽ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ഫിസിക്കൽ ഹെൽത്തിനുള്ള ഡാമേജസ്, ഇതെല്ലാം നമുക്ക് സ്ട്രെസ് കാരണം ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു സ്ട്രെസ്സിനെ നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് സമതുലിതയിൽ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സംയോജിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, അതും നോക്കണം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് പ്രധാനമാണ്, എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്ന് ചോദിച്ചു എപ്പോഴും എക്സാമിന് വരാറുണ്ട്. സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ മെഡിറ്റേഷൻ, ഇതെല്ലാം നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. ടൈം മാനേജ്മെന്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. അപ്പൊ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സ് ഉണ്ട്. പ്രോബ്ലം സോൾവിങ് ഒക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ആ 3 ടൈപ്പ് ഓഫ് സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്സും ഒന്ന് ഓർത്തിരിക്കണം. പിന്നെ വരുന്നത് എഫക്ട് ഓഫ് സ്ട്രെസ് ആണ്. അപ്പൊ സ്ട്രെസ് കാരണം നമുക്കുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം. അതും നമുക്ക് എക്സാമിന് വരാറുള്ളതാണ്. അപ്പൊ സ്ട്രെസ്സിന്റെ ആഫ്റ്റർ എഫക്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്താണ് കൃത്യമായിട്ട് പറയേണ്ടത്, നമുക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, മെന്റലി ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഒക്കെ കൂടുക, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രത്യുൽപാദനത്തിനെ നമ്മൾ ഭയങ്കരമായിട്ട് ബാധിക്കുക, ഇതെല്ലാം നമ്മളെ ഫിസിക്കലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. മെന്റലി ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവാതിരിക്കുക, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവുക, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറക്കുക, അതുപോലെ തന്നെ
കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു അവബോധമില്ലാതെ അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു മതിപ്പില്ലാതെ ഇരിക്കുക, ബാക്കിയുള്ള ആളുകളോട് ആവശ്യത്തിൽ കൂടുതൽ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുക, ഇതെല്ലാം സ്ട്രെസ്സിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അല്ലേ? മെന്റലി ആയിട്ടും അതുപോലെ തന്നെ ഫിസിക്കൽ ആയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് തരംതിരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണേ. പിന്നെ നമ്മൾ ഓരോ മോഡൽ എക്സാംസും കൃത്യമായിട്ട് എഴുതാനും കൂടെ ശ്രമിക്കണം. കാരണം മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇനി മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ മോഡൽ എക്സാംസ് കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. മോഡൽ എക്സാംസ് എന്ന് പറയുന്നത് നിങ്ങളുടെ റൈറ്റിംഗ് സ്പീഡ് കൂട്ടാനായിട്ട് നമ്മൾ നടത്തുന്ന പരീക്ഷകളാണ്. കാരണം ആ ഒരു മോഡൽ എക്സാം എഴുതുമ്പോൾ കുറെ നാളായിട്ട് എഴുതാതെ പരീക്ഷയൊന്നും എഴുതാതെ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ എത്ര ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ എഴുതാൻ പറ്റും എന്നുള്ള ധാരണയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അപ്പൊ അതൊക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ എഴുതാൻ പറ്റും, അതുപോലെ തന്നെ ഇത്ര മണിക്കൂർ കൊണ്ട് എനിക്ക് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എക്സാംസ് ഒക്കെ മോഡൽ എക്സാംസ് ഒക്കെ നടത്തുന്നത്. അപ്പൊ കൃത്യമായിട്ട് ആ മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആ ഒരു എന്തെങ്കിലും പോരായ്മകളൊക്കെ നമുക്ക് തോന്നുവാണെങ്കിൽ, റൈറ്റിംഗ് സ്പീഡ് കുറവാണെന്ന് തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത് കൃത്യമായിട്ട് എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു മോഡൽ എക്സാം നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് ഓർഗനൈസ് ആയിട്ട് എങ്ങനെയാണ് എക്സാം എഴുതേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു അവബോധമൊക്കെ നമുക്ക് ഈ ഒരു മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ മോഡൽ എക്സാംസ് എല്ലാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ മനസ്സിലാക്കി വായിച്ചു പോയാൽ തന്നെ നല്ല രീതിയിലുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ മെഡിറ്റേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? അതും പ്രധാനപ്പെട്ടാണ്. ഇപ്പൊ യോഗനെ കുറിച്ചും അതിന്റെ ആസനാസിനെ കുറിച്ചും ഒക്കെ നമ്മുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യോഗ എന്താണെന്നും യോഗ നമ്മളെ എങ്ങനെയൊക്കെ റിലാക്സേഷൻ ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതും നമുക്ക് വേണമെങ്കിൽ എഴുതി വെക്കാമേ. അപ്പൊ യോഗയിൽ തന്നെ ഉള്ളതാണ് അല്ലെ മെഡിറ്റേഷൻ. അപ്പൊ അത് ഓർത്തിരുന്ന് എഴുതാം. പിന്നെ കോപ്പിംഗ് സ്റ്റൈൽസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏതൊക്കെയാണ് കാര്യങ്ങൾ ഉള്ളതെന്ന് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതും കൂടെ നോക്കണം. അത് നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ. പിന്നെ വരുന്നത് ഈ ഒരു പേഴ്സണലൈസേഷനും നമ്മുടെ പേഴ്സണൽ സ്പേസ് അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസും ഇന്റർപേഴ്സണൽ സ്കിൽസും ഒക്കെ എങ്ങനെയാണ് സ്ട്രെസ് മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലും കൂടെ നമ്മൾ ആൻസർ എഴുതാനായിട്ട് പ്രിപ്പയർ ചെയ്യണേ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് എക്സാമിന് വരിക. അപ്പൊ കൃത്യമായിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് എക്സാം എഴുതിക്കോളാം. സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പം പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ അവലംബിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ടാവും അല്ലെ? കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക, പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ നമ്മൾ സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ട് അവലംബിക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ തന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റുകളിൽ നിന്നും എളുപ്പമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഓവറോൾ ഉള്ള നമ്മുടെ മാർക്കിന് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ 80% 90% ഒക്കെ മാർക്ക് ഈ ഒരു ടോപ്പിക്കിന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഓൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള നമ്മുടെ മാർക്ക് കൂടാനായിട്ട് സഹായകമാവേ. എളുപ്പമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ പഠിക്കാൻ നല്ല രീതിയിൽ എക്സാം എഴുതുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ സബ്ജക്ട് ഇത് കഴിഞ്ഞു. മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. നമ്മൾ നല്ല രീതിയിൽ എക്സാമിന് പഠിച്ചിട്ട് തന്നെ വേണം പോവാനായിട്ട്. വെറുതെ എക്സാമിന് ആരും ജയിപ്പിച്ച് വിടില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് എല്ലാം എങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ എക്സാമിന് വരുമ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കണം. കാരണം 5 മാർക്കിന് ഇപ്പൊ 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം. 8 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് ഇതിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യാനൊക്കെ ആയിരിക്കും പറയാം. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ വിട്ടുപോയി കഴിഞ്ഞാൽ അത് 10ഓ 20ഓ മാർക്കിനൊക്കെ ആയിരിക്കും വരിക. അപ്പൊ ആ ഒരു മാർക്ക് അത്രയും നമുക്ക് അവിടെ നഷ്ടമാവുക ചെയ്യുന്നത്. എത്രയൊക്കെ നമ്മൾ പഠിച്ചാലും എത്രയൊക്കെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നന്നായിട്ട് എഴുതിയെന്ന് പറഞ്ഞാലും ആ ഒരു 20 മാർക്ക് നമുക്ക് ഒരിക്കലും കിട്ടില്ല തിരിച്ച്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതാനായിട്ട് ശ്രമിക്കണം. 5 എണ്ണമാണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നതെങ്കിൽ 5 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ ടൈം മാനേജ്മെന്റ് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഓർത്തിരിക്കുക. ടൈമിനുള്ളിൽ ആ ഒരു തന്നിരിക്കുന്ന 2.5 മണിക്കൂർ ആണെങ്കിൽ ആ 2.5 മണിക്കൂറിനുള്ളിൽ എല്ലാം എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. താങ്ക് യു.